Praise the Lord. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. അമിൻ താമസം എന്നിയേ മേഘത്തിൽ വരും താൻ താമസമെന്നിയേ മേഘത്തിൽ വരും താൻ കാന്തയാമെന്നെയും ചേർത്തിടും നിശ്ചയമായി കാന്തയാമെന്നെയും ചേർത്തിടും നിശ്ചയമായൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാലൻ ഇരുനീളം മാറിടുമേ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാലൻ ഇരുൾ നീളം മാറിടുമേ. രാജരാജ പ്രതിമയെ രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ താൻ കൂടവേ ഇരുത്തുന്ന രാജാവ് വേഗം വരും. കൂടവേ ഇരുത്തുന്ന രാജാവ് വേഗം വരുമെൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. പ്രിയ സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം തുണയും ഭാര്യയും രണ്ടും രണ്ടാണെന്നുള്ള വസ്തുത തിരുവചന അടിസ്ഥാനത്തിൽ ഞാൻ തെളിയിച്ചു നിങ്ങളെ കേൾപ്പിച്ചു. നമ്മളെല്ലാവരും അകൃത്യത്തിലും പാപത്തിലും ജനിക്കുന്ന മനുഷ്യരാണ് എന്ന് ദാവീദ് രാജാവിൻ്റെ ഗദ്ഗതത്തിൽ നിന്നും പൗലോസ് അപ്പോസ്തലൻ്റെ പ്രഭാഷണങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തി. ഇന്നും മനുഷ്യരെല്ലാവരും അകൃത്യത്തിലും പാപത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് തിരുവെഴുത്ത് പറയുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ ലക്ഷണങ്ങളെല്ലാം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത്. പാപം ഏക മനുഷ്യനാൽ ഉണ്ടായി. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ഈ ലോകത്തിൽ സംഭവിച്ചു. യാതൊരു തർക്കവുമില്ല. അതിന് ഒരു താത്കാലിക പരിഹാരം, ആ പാപത്തിൻ്റെ ഫലമായിട്ടാണ് മനുഷ്യൻ ദുർനടപ്പ് തുടങ്ങിയത്. ഞാൻ പറഞ്ഞു, ആദം യാതൊരു പ്രകാരത്തിലും ഹവ്വയെ വേളി കഴിക്കുവാൻ ദൈവം സമ്മതിച്ചില്ല. ദൈവം അങ്ങനെ ഒരു വേളി നടത്തിയിട്ടില്ല. തിരുവചനത്തിൻ്റെ അയലത്ത് പോലും അങ്ങനെ കാണുന്നില്ല. എന്നാൽ വിലക്കപ്പെട്ട ഖനിയുടെ വിഷലിപ്തമായിരിക്കുന്ന ശക്തി അവരുടെ സിരകളിൽ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ പിശാചിൻ്റെ തലോടലും അവൻ്റെ കൗശലവും മൂലം അവരിരുവരും ദൈവഹിതത്തിന് വിരോധമായി സന്താന ഉൽപാദനത്തിലേർപ്പെട്ടു. ഇതാണ് ബൈബിളിലെ കാതലായ വിഷയം. ആദവും ഹവ്വയും തോട്ടത്തിൽ ചെന്ന് അലയ്ക്കുകയാണ്. ദൈവത്തിന് നേരത്തെ തന്നെ കാര്യം മനസ്സിലായി. അവൻ്റെ വായിൽ നിന്നും പറയുകയാണ് ഇരുവർ, ഞങ്ങൾ ലജ്ജിതരാണ് കർത്താവേ, നിൻ്റെ അടുക്കിലേക്ക് വരുവാൻ ഞങ്ങൾക്ക് യാതൊരു യോഗ്യതയുമില്ല. ഞങ്ങളെ എന്തോ അലട്ടുന്നു. ഞാൻ നിങ്ങൾക്ക് വിലക്കിയിരുന്ന ആ വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ ഭക്ഷിച്ചു അല്ലേ? അതേ ദൈവമേ, പരസ്പരം പഴിചാരി രക്ഷപ്പെട്ടു. എന്നാൽ അവരെ അന്നേരം തന്നെ ഹിംസിക്കുവാൻ ദൈവത്തിന് കഴിയുമായിരുന്നു. അതിൻ്റെ നിഴലായി ഏദൻ തോട്ടത്തിൻ്റെ വാതിൽക്കൽ ദൈവം മൂർച്ചയേറിയ ഒരു വാള്, ചുറ്റിത്തിരിയുന്ന വാളിൻ്റെ ജ്വാലയുമായി ദൂതന്മാരെ കാവൽ നിർത്തി. ആ വാളേറ്റ് വെട്ടപ്പെടേണ്ട ആദമും ഹവ്വയും എങ്ങനെയോ രക്ഷപ്പെട്ടൊഴിഞ്ഞു. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവിടെ വന്നിരുന്നു. അന്ന് തന്നെ കർത്താവിൻ്റെ കാൽവറിയിൽ മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാനുള്ള യാഗത്തിൻ്റെ നിഴലായി ഏദൻ പൂങ്കാവനത്തിലൊരു യാഗം നടത്തപ്പെട്ടു എന്ന് നാം മനസ്സിലാക്കുന്നു. വാളെ ഇടയൻ്റെ നേരെയും
കൂട്ടാളിയായ പുരുഷൻ്റെ നേരെയും തിരിയുക എന്ന ഗർജനം മുഴങ്ങി. ആ വാളിൻ്റെ വെട്ടേറ്റ് കർത്താവായ യേശു ക്രിസ്തു കാലത്തിൻ്റെ തികവിങ്കൽ കാൽവറിയുടെ കുലക്കളത്തിൽ അറുക്കപ്പെട്ട കാര്യം നാം അറിയുന്നു. എങ്കിലും പ്രിയരെ, പാപത്തിന് പരിഹാരം അവൻ മനുഷ്യവർഗത്തിന് യാഗമായി പകരക്കാരനായി തീർന്നു. ദൈവം ദുഃഖിതരായി നിൽക്കുന്ന അവരെ ആശ്വസിപ്പിക്കുന്ന വേളയിൽ നിങ്ങൾ സഹിക്ക വേണ്ടുന്ന ശിക്ഷ മായമില്ലാത്ത മമപുത്രൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കയ്യേറ്റുകൊള്ളുവാൻ ഞാൻ നിശ്ചയം ചെയ്തിട്ടുണ്ട്. നിങ്ങളെ വിടിപ്പാൻ സ്വച്ഛമാമി മാർഗത്തെ കവിയുന്ന വേറെ മാർഗമില്ല. ലോഗോസ് എന്നാണ് അവൻ്റെ പേര്. ലോഗോസ് ആകും, അവനാൽ എൻ്റെ നീതി പ്രസിദ്ധമാകും, സ്നേഹവും അതുപോലെ. അങ്ങനെ മൃത്യു, പാപത്തിൻ്റെ ശിക്ഷയാകുന്ന മൃത്യുവിൽ അവൻ ആണ്ടു. എന്നാൽ മൂന്നാം നാൾ ഉയർപ്പിനാൽ അവൻ വിജയശ്രീ ലാളിതനായി. ഇന്നും നമുക്ക് വേണ്ടി സ്വർഗത്തിൽ അവൻ ജീവിക്കുകയാണ്, പക്ഷപാതം ചെയ്യുകയാണ്. മാനസാന്തരപ്പെട്ട് അവരുടെ ജഡവികാരങ്ങളെ, കാമക്രോധ ലോഭ മോഹ ഡംഭ മത മാത്സര്യ അസൂയാദികളെ സ്നാനം മൂലം ജലത്തിലേക്ക് കുഴിച്ചിട്ട് കർത്താവിൻ്റെ ശരീരത്തോട് ചേർന്ന് പൊങ്ങി വന്നിട്ട് പുതിയ മനുഷ്യനായി തീരുന്നവർക്ക് മാത്രമേ ഈ മഹാപാപത്തിൽ നിന്ന് വിടുതലുള്ളൂ. എന്നിട്ടും മഹാപാപം തന്നെ സംഭവിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത് എന്ന് നാം ഓർക്കണം. ഒരു വിടുതലുമില്ല. അവസരം കിട്ടിയാൽ മനുഷ്യൻ പാപക്കുഴിയിൽ താഴുകയാണ്. ഇതിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാനാണ് ആത്മാവിനെ ദൈവം നമുക്ക് നൽകിയത്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരേവരും ദൈവത്തിൻ്റെ മക്കളാകും. ദൈവത്തിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അത്ഭുതകരമായ ജീവൽ പ്രമാണം. ഒരുത്തൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചു, സഭയോട് ചേർന്ന് ദൈനംദിനം പ്രാർത്ഥന കഴിച്ചും ദൈവത്തിൻ്റെ വചനം പഠിച്ചും ഉപദേശം കേട്ടും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോകണം. ഇന്ന് ഇങ്ങനെ നടക്കുന്ന ഒരു സഭകളെയും ഞാൻ കാണുന്നില്ല പ്രിയരെ. പാപം തലകുത്തി മറിയുകയാണ് മനുഷ്യഹൃദയങ്ങളിൽ. അതിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാനാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമം. അവൻ പറഞ്ഞു, നിങ്ങളിനി ആദം ചെയ്തതുപോലെ, നിന്റെ പൂർവ്വപിതാക്കന്മാർ ചെയ്തതുപോലെ ദുർനടപ്പ് ആചരിക്കരുത്. ഞാനത് ഇന്നലെ പറഞ്ഞു. ദുർനടപ്പാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പാപം. സെക്സ് ഈസ് സിൻ എന്ന് ഞാൻ തെളിയിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ ദൂരവ്യാപകമായ ഫലങ്ങളിലെ ഇന്നും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക. എന്നിട്ടും നിങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കണോ? പാപം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ തെളിയുക. ഒരിക്കലും തെളിവ് നിങ്ങൾക്ക് തരുവാൻ കഴിയില്ല. യേശു ക്രിസ്തുവിലൂടെയുള്ള പാപമോചനം പ്രാപിച്ച് സഭയോട് ചേർന്ന വിശുദ്ധ ജീവിതം ചെയ്യണം. എങ്കിലേ ഈ മഹാപാപത്തിൽ നിന്ന് നാം വിടുതൽ പ്രാപിക്കുകയുള്ളൂ. എന്നാൽ പുതിയ നിയമസഭയുടെ നിലനിൽപ്പിന് വേണ്ടി കർത്താവ് പറഞ്ഞു, ഈ ദുർനടപ്പ് നിമിത്തം ഒരുത്തനൊരു ഭാര്യയെ സ്വീകരിക്കൂ, ഒരുത്തി ഒരു ഭർത്താവിനെ സ്വീകരിച്ചുകൊള്ളൂ. അത് അനുവദനീയമാണ്. ക്രിസ്തീയ ഉപദേശം അതാണ്. പക്ഷേ നിങ്ങൾ കല്യാണം നടത്തുമ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ വന്നു. അതെ, അവരെ രണ്ടുപേരെയും വിവാഹത്തിൽ ഒന്നിപ്പിച്ചു എന്നുള്ള മണ്ടത്തരങ്ങൾ എഴുന്നള്ളിച്ച് യഹോവയെ കോപിപ്പിക്കരുത്. അതുമാത്രമല്ല, നിങ്ങൾ അപ്പനെയും അമ്മയെയും വിട്ടു പിരിഞ്ഞു ഭാര്യയോട് പറ്റിച്ചേരരുതെന്ന് പറയണം. അപ്പനെയും അമ്മയെയും വിട്ടു പിരിഞ്ഞ് ഒരു കുടുംബജീവിതം പുതിയ നിയമസഭ സംവിധാനം ചെയ്തിട്ടില്ല. അപ്പനെയും അമ്മയും വിട്ടു പറ്റിച്ചേരുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പനെയും അമ്മയും വിടാതെ എങ്ങനെ പറ്റിച്ചേരും പ്രിയരെ? നിങ്ങൾക്കറിയാം. അതുകൊണ്ട് വിവാഹശേഷം ആരും അപ്പനെയും അമ്മയെയും ഉപേക്ഷിക്കരുത്. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രസ്താവനകൾ നിങ്ങൾ അപ്പനെയും അമ്മയും വിട്ടു പിരിഞ്ഞു എന്ന് മാത്രം പറയാതെ, വിട്ടു പിരിയുക എന്നുള്ള വാക്ക് കർത്താവ് ഉപയോഗിച്ചിട്ടില്ല. അപ്പനെയും അമ്മയും വിട്ടു പിരിയാനുള്ളൊരു ഉപദേശം ഇല്ല. അതുകൊണ്ട് വിവാഹവേദികളിൽ നിങ്ങൾ ഇങ്ങനെ പറയരുത്. അപ്പനെയും അമ്മയും വിട്ട് പിരിയാൻ പറയരുത്. അത് മഹാപാപമാണ്.
അവരെ താരാട്ടി പാലൂട്ടി വളർത്തിയ മാതാപിതാക്കളെ വിട്ടുപിരിയുവാൻ ഒരു ഉപദേശം ബൈബിളെന്നല്ല, ലോകത്തിൽ ഒരു മതഗ്രന്ഥങ്ങളും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. കുടുംബകലഹം ഉണ്ടാകും, ദുഃഖമുണ്ടാകും, കണ്ണീര്, മാതാപിതാക്കളുടെ കണ്ണീര് വീണാൽ എങ്ങനെ നന്നാകും? അതുകൊണ്ട് വിശുദ്ധമായൊരു ജീവിതം. ഞാനിന്ന് പാടിയ പാട്ട് കേട്ടോ, മനുഷ്യൻ ജാതിയുടെയും മതത്തിൻ്റെയും നിറത്തിൻ്റെയൊക്കെ പേരിൽ തമ്മിലടിക്കുന്നത് കണ്ടാൽ ദുഃഖം തോന്നും. ഈ പാട്ട് ഞാൻ പാടിയത് വേട്ടമല ഉപദേശിയുടെ പാട്ടാണ്. ആഞ്ഞിലിത്താൻ എന്ന് പറഞ്ഞൊരു സ്ഥലം എന്നുകൊണ്ട് അവിടെ കൺവെൻഷൻ നടക്കുന്ന സമയത്ത് പുഞ്ചമണ്ണിൽ മാമൻ ഉപദേശി അവിടെയുണ്ട്, പ്രധാന പ്രസംഗികനായി. അന്ന് വേട്ടമല ഫിലിപ്പോസ് ഉപദേശിയും അന്നവിടെ സന്നിഹിതരായിരുന്നു. എന്നാൽ മനുഷ്യരിൽ തിളച്ചുമറിയുന്ന പാപം തലപൊക്കി പുഞ്ചമണ്ണിൽ മാമൻ ഉപദേശി പരസ്യമായി വേട്ടമലയെ ആക്ഷേപിച്ചു. ഇതായിരിക്കുന്നു കൂശ്യന് തൻ്റെ തൊക്കും പുള്ളിപ്പുലിക്ക് തൻ്റെ പുള്ളിയും മാറ്റുവാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആ സാധുവിനെ അവിടെ ഇരുത്തി ആക്ഷേപിച്ച് പൊള്ളിച്ചു കളഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നിൽ പ്രവർത്തിച്ച് അപ്പോൾ രൂപം കൊണ്ട പാട്ടാണ്. നിധിസൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാലൻ ഇരുൾ നിറം മാറിടുമേ, രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ താൻ കൂടവേ ഇരുത്തുന്ന രാജാവ് വേഗം വരും, കൂടവേ ഇരുത്തുന്ന രാജാവ് വേഗം വരും. യേശുവിൻ്റെ കൂടെ നമ്മളെ ഇരുത്തുവാനുള്ള പദ്ധതിക്കാണ് പിശാച് തുരങ്കം വെച്ചത്. എത്ര നാളുകളായല്ലേ പാപം തുറന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മുടെ കർത്താവ് വരും. നമ്മുടെ ഉള്ളിലുള്ള വിഷലിപ്തമായിരിക്കുന്ന എല്ലാ ആശയങ്ങളും പക്ഷാഭേദങ്ങളും പക്ഷാന്തരങ്ങളും ഉച്ചനീചത്വങ്ങളും മറ്റുള്ളവരെ പരിഹസിക്കത്തക്ക നിലയിൽ അല്ല, എന്നാൽ തൻ്റെ പ്രഭയുടെ കാന്തിയാൽ നമ്മുടെ നിറമെല്ലാം അതിസുന്ദരമായി മാറും. നല്ല നിറമുണ്ടാകും നമുക്ക്. യേശുവിൻ്റെ കളറ് തന്നെ. പ്രൈസ് ദി ലോർഡ്. അതിനപ്പുറം ഉപദേശവും യേശുവിനെ പോലെ ആകുന്നതാണ് ക്രിസ്ത്യ ജീവിതം. അതുകൊണ്ട് ഇപ്പോഴേ തന്നെ പ്രാർത്ഥിച്ചും പഠിച്ചും ദൈവവചനത്തിൽ വേരൂന്നി നമുക്ക് മുന്നോട്ട് പോകാം. കേൾക്കാൻ എല്ലാവർക്കും ക്ഷമയില്ലാത്തത് കൊണ്ട് ഞാൻ അടുത്ത പാഠമായി നിങ്ങൾക്ക് മൂന്നാമത് ബാക്കി നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾ പ്രാർത്ഥനയോടെ ധ്യാനത്തോടെ ഇരിക്കും. ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി നമ്മൾ അറിയാതെ തന്നെ പ്രവർത്തിച്ചാൽ സ്വർഗരാജ്യം നമുക്ക് നഷ്ടമാകും. അതിൽ വലിയൊരു നഷ്ടം നമ്മുടെ ജീവിതത്തിൽ പിന്നെ സംഭവിക്കാതിരിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു നഷ്ടം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.